ഹലോ ഫ്രണ്ട്സ്, 21 ഡേയ്സ് മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ഡേ 9. ജലത്തിൻ്റെ അത്ഭുത ശക്തി അനുഭവിച്ചറിയാം. വെള്ളത്തിന് ഓർമ്മകളുണ്ട്. അത് നമ്മുടെ ചിന്തകളും പ്രാർത്ഥനകളും വഹിച്ചുകൊണ്ടാണ് പോകുന്നത്. മസാരു ഇമോട്ടോ അദ്ദേഹത്തിൻ്റെ വാക്കുകളാണിവ. എൻ്റെ പ്രിയ സുഹൃത്തെ, ഇന്ന് നാം 9ാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ്. പ്രയർ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കായിരുന്നു 8ാം ദിവസം നിങ്ങൾക്ക് തന്നത്. അത് വളരെ പ്രയോജനം ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ സുഹൃത്തിൻ്റെ പ്രാർത്ഥനകളെല്ലാം സഫലമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ലോ ഓഫ് മാനിഫെസ്റ്റേഷനിൽ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്നതും വളരെ വേഗത്തിൽ റിസൾട്ട് ലഭിക്കാവുന്നതുമായ വാട്ടർ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിനെ കുറിച്ചാണ്. അതായത് വെള്ളം കുടിച്ചുകൊണ്ട് ജീവിതത്തിൽ വലിയ മാറ്റം വരുത്താനുള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക് ഇന്ന് തുറന്നു തരുന്നത്. നമ്മുടെ ശരീരത്തിന് വായു പോലെ തന്നെ ഏറ്റവും ആവശ്യമുള്ള ഒന്നാണ് വെള്ളം. ഈ വെള്ളത്തിന് നമ്മുടെ ശരീരത്തിൽ മാത്രമല്ല ജീവിതത്തിലും അത്ഭുതങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാകുമോ? എങ്കിൽ ഇന്നു മുതൽ വെള്ളത്തിൻ്റെ ആ അത്ഭുത ശക്തി നിങ്ങൾ അനുഭവിച്ചറിയാൻ പോവുകയാണ്. പ്രകൃതിയെ മുന്നോട്ട് നയിക്കുന്ന ശക്തിയാണ് ജലം എന്നാണ് ലിയാൻഡോ ഡാവിഞ്ചി പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഓരോ തവണ വെള്ളം കുടിക്കുമ്പോഴും നിങ്ങളുടെ ഗോളുകൾ ഓരോന്നായി മാനിഫെസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ടെക്നിക്കാണിത്. ഇത് വളരെ ലളിതമായതുകൊണ്ട് തന്നെ ദിവസത്തിൽ എപ്പോൾ വേണമെങ്കിലും ചെയ്യാനാകും. നിരവധി പേരുടെ ജീവിതത്തിൽ അവരുടെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ സഹായിച്ചിട്ടുള്ള ഒരു മാർഗമാണിത്. നിങ്ങൾക്കറിയാമോ ജലത്തിൻ്റെ ശക്തി? എൻ്റെ ഈ സുഹൃത്തെ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ലോ ഓഫ് മാനിഫെസ്റ്റേഷനുമായി ബന്ധപ്പെട്ട ഏതൊരു മാനിഫെസ്റ്റേഷൻ മെത്തേഡും നിങ്ങൾ പിന്തുടരുന്നതിന് മുൻപേ അതിൽ പൂർണ്ണമായും വിശ്വസിക്കുക, അതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുകയും ചെയ്തിരിക്കണം. ലോ ഓഫ് മാനിഫെസ്റ്റേഷൻ നടക്കണമെങ്കിൽ നമ്മൾ ഏത് കാര്യത്തിലേക്കാണോ പ്രാധാന്യം കൊടുക്കുന്നത് അതിൽ വിശ്വസിക്കുമ്പോൾ മാത്രമാണ് അത് യാഥാർത്ഥ ജീവിതത്തിൽ സംഭവിക്കുക. നമ്മുടെ ജീവിതത്തിൽ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും നമ്മുടെ വിശ്വാസ വ്യവസ്ഥ അതിൻ്റെ ഭാഗമായി മാറ്റണം. നമ്മുടെ ബിലീഫ് സിസ്റ്റം കൂടുതൽ ശക്തമാക്കി മാറ്റാൻ ഇത് സഹായിക്കും. വാട്ടർ ടെക്നിക്കിന് ശാസ്ത്രീയമായ എന്ത് അടിത്തറയാണ് ഉള്ളത് എന്ന് സ്വാഭാവികമായും നിങ്ങൾക്ക് സംശയം തോന്നാം. ജലത്തിന് ഒരു ഹീലിംഗ് പവർ ഉണ്ടെന്ന് വർഷങ്ങൾക്ക് മുന്നേ തെളിയിക്കപ്പെട്ടിട്ടുള്ള വസ്തുതയാണ്. പല മതങ്ങളിലും ജലവുമായി ബന്ധപ്പെട്ട പല ആചാരരീതികളുമുണ്ട്. ജപ്പാനീസ് ശാസ്ത്രജ്ഞനായ മസാരു ഇമോട്ടോയെക്കുറിച്ച് നിങ്ങളിൽ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും. വെള്ളത്തിൻ്റെ കണികകളിൽ 30 വർഷം നീണ്ട പരീക്ഷണ നിരീക്ഷണങ്ങൾക്കൊടുവിൽ അദ്ദേഹം ഈ കണ്ടുപിടുത്തം നടത്തിയത്. ഗൂഗിളിൽ മസാരു ഇമോട്ടോ എന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. 2 ഗ്ലാസ്സുകളിലായി വെള്ളമെടുത്ത് അതിൽ ഒന്നിനോട് സ്നേഹത്തോടെയുള്ള വാക്കുകളും രണ്ടാമത്തെ ഗ്ലാസ്സിലെ വെള്ളത്തോട് ശാപത്തിൻ്റെ വാക്കുകളും പറഞ്ഞു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് 2 ഗ്ലാസ്സിലെയും വെള്ളം ശാസ്ത്രീയമായി പരിശോധിച്ചപ്പോൾ സ്നേഹമുള്ള വാക്കുകൾ പറഞ്ഞ ജലം മനോഹരമായ ക്രിസ്റ്റലുകൾ രൂപപ്പെടുന്നതായി കാണാൻ സാധിച്ചു. അതേസമയം നെഗറ്റീവ് വാക്കുകൾ പറഞ്ഞ വെള്ളത്തിൻ്റെ മോളിക്യൂളുകൾ വികൃതവും പേടിപ്പെടുത്തുന്നതുമായിരുന്നു. അതേ സുഹൃത്തെ, ജലം ഒരു ശക്തിയേറിയ ഒരു ഊർജമാണ്. നമ്മുടെ ശരീരത്തിൽ ഏറിയ പങ്കും ജലമാണ്, ഏകദേശം 75%. ഈ ജലത്തോട് പോസിറ്റീവ് വാക്കുകൾ പറയുകയാണെങ്കിൽ നമുക്ക് സൗഖ്യസ്പർശം ലഭിക്കും. നല്ല ചിന്തകൾ വെള്ളവുമായി കണക്ട് ചെയ്യാനായാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമെന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി ഉപയോഗിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് ഇതെന്ന് മനസ്സിലാക്കുക. നാം ഓരോ പ്രാവശ്യം വെള്ളം കുടിക്കുമ്പോഴും ഇത് നമ്മുടെ കോശങ്ങളിലെല്ലാം വ്യാപിക്കുന്നു. ഓരോ കോശത്തിൻ്റെയും നല്ലൊരു ശതമാനം ജലമാണ്. നമ്മുടെ സ്വപ്നങ്ങളെയും ലക്ഷ്യങ്ങളെയും എല്ലാം ഓരോ കോശങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചാൽ ഓരോ കോശവും നമുക്ക് സ്വപ്നം സഫലമാക്കാൻ വേണ്ടി പ്രയത്നിക്കാൻ തുടങ്ങും. ഒപ്പം ആ സ്വപ്നങ്ങൾ നമ്മുടെ വിശ്വാസ വ്യവസ്ഥയുടെ ഭാഗമാകും. ഇതിനുള്ള ഏറ്റവും ശക്തിയേറിയ മാർഗമാണ് വാട്ടർ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക്. എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം നോക്കാം. വാട്ടർ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് വളരെ എളുപ്പമാണ്. ഒരു ദിവസം നാം പലതവണ വെള്ളം കുടിക്കുന്നുണ്ട്. എപ്പോഴൊക്കെ വെള്ളം കുടിക്കുന്നുവോ അപ്പോഴൊക്കെ ഇത് പ്രാക്ടീസ് ചെയ്യാം. വാട്ടർ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിന് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത ഗോൾ കാർഡില്ലേ, അത് നിങ്ങളുടെ കൈവശമുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. രണ്ടാമതായി നാം എടുക്കേണ്ടത് ഒരു ചില്ല് ഗ്ലാസ് അല്ലെങ്കിൽ
ക്രിസ്റ്റൽ ഗ്ലാസ് ആയിരിക്കണം. സെറാമിക്കോ സ്റ്റീലോ ഒന്നും പാടില്ല. നാം എടുത്തു വെച്ച ഗ്ലാസ്സിൽ ശുദ്ധമായ വെള്ളം എടുക്കുക. കിണറിൽ നിന്നോ അരുവിയിൽ നിന്നോ ഉള്ള ശുദ്ധമായ റണ്ണിങ് വാട്ടർ കിട്ടുകയാണെങ്കിൽ വളരെ നല്ലത്. അത് കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രം തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിക്കാം. ഒരിക്കലും ചൂടുള്ള വെള്ളം ഉപയോഗിച്ച് ഈ പ്രാക്ടീസ് ചെയ്യരുത്. വെള്ളം നിറച്ച ഗ്ലാസ് വലതു കൈയിലെടുത്ത് ഗോൾ കാർഡിലെ ആദ്യത്തെ ഗോൾ നന്നായി ഫീൽ ചെയ്ത് വായിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയാൽ നിങ്ങൾക്കുള്ള സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് നിങ്ങളുടെ മനസ്സിനെ പതിയെ പതിയെ കൊണ്ടുവരിക. അതിനുശേഷം നെഞ്ചിൽ കൈവച്ച് 3 തവണ നന്ദി, താങ്ക് യു ഇങ്ങനെ പറഞ്ഞ ശേഷം ശാന്തമായ അവസ്ഥയിലിരിക്കുക. ആഴത്തിൽ ശ്വാസമെടുത്ത ശേഷം ശാന്തമായി സാധാരണ രീതിയിൽ ശ്വാസമെടുക്കുക. നട്ടെല്ല് നിവർത്തിയിരുന്ന് ഞാൻ എന്താഗ്രഹിച്ചാലും അത് നടക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുക. ഇത്തരത്തിൽ നമ്മൾ ജീവിതത്തിൽ നേടാൻ ആഗ്രഹിക്കുന്ന ഗോളുകൾ ഓരോന്നും ഒന്നിനു പിന്നാലെ ഒന്നായി ഗ്ലാസ്സിലെ വെള്ളത്തിൽ നോക്കി പറയുക, നന്ദി പറയുക. ഗോളുകൾ പറയാൻ പറ്റിയില്ലെങ്കിൽ ഗ്ലാസ് വെള്ളം കയ്യിലെടുത്ത് കണ്ണടച്ചുകൊണ്ട് താങ്ക് യു, ഐ ലവ് യു, ഐ ബ്ലെസ് യു എന്നീ വളരെ ശക്തിയുള്ള 3 വാക്കുകൾ ഉപയോഗിച്ചാലും മതി. വെള്ളത്തെ അനുഗ്രഹിക്കുമ്പോൾ അത് നിങ്ങളെ തന്നെ അനുഗ്രഹിക്കുന്നതിന് തുല്യമാണ്. ചിലപ്പോൾ ഗോൾ കാർഡ് വെച്ചുകൊണ്ട് വെള്ളം കുടിക്കാൻ പറ്റിയില്ലെന്ന് വരാം. ആ സമയത്ത് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് നന്ദി എന്ന് പറഞ്ഞതിന് ശേഷം വെള്ളം പതിയെ കുടിക്കുക. ഓരോ തവണ വെള്ളം കുടിക്കുമ്പോഴും നമ്മുടെ ഗോളുകൾ സാക്ഷാത്കരിക്കാനുള്ള ഊർജം നമ്മുടെ ശരീരത്തിൽ എത്തുകയും എല്ലാ കോശങ്ങളിലേക്കും ആ എനർജി വ്യാപിക്കുന്നതായിട്ടും ആത്മാർത്ഥമായി ഫീൽ ചെയ്യുക. എപ്പോഴൊക്കെ പ്രാക്ടീസ് ചെയ്യണം? നാം എപ്പോഴൊക്കെ വെള്ളം കുടിക്കുന്നുവോ അപ്പോഴെല്ലാം ഇത് ആവർത്തിക്കുക. എല്ലായ്പ്പോഴും സാധിച്ചില്ലെങ്കിൽ ദിവസം 2 തവണയെങ്കിലും ചെയ്യണം. അതായത് രാവിലെയും കിടക്കുന്നതിന് മുമ്പും വെള്ളം കുടിക്കുമ്പോൾ വാട്ടർ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ഗോൾ കാർഡ് വെച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തണം. അതോടൊപ്പം തന്നെ എൻ്റെ സുഹൃത്തിനെ ഒരു കാര്യം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഏതൊരു കാര്യം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴും പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം പല വ്യക്തികളിലൂടെ, സാഹചര്യങ്ങളിലൂടെ, സന്ദർഭങ്ങളിലൂടെ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആഗ്രഹിച്ച കാര്യം നടന്നില്ലല്ലോ, വൈകുന്നല്ലോ എന്നൊന്നും ഒരിക്കലും തോന്നരുത്. അങ്ങനെ ചിന്തിച്ചാൽ മാനിഫെസ്റ്റേഷൻ നടക്കാനുള്ള സമയം വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ലോ ഓഫ് മാനിഫെസ്റ്റേഷനിൽ പ്രധാനമായി വേണ്ടത് ക്ഷമയാണ് എന്ന് നാം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ക്ഷമയോടെ കാത്തിരിക്കുക. ആഗ്രഹിച്ച കാര്യം നമ്മിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന മനോഭാവത്തിലായിരിക്കണം നാം എല്ലാ നിമിഷവും ആയിരിക്കേണ്ടത്. വാട്ടർ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിലൂടെ എൻ്റെ ഈ സുഹൃത്തിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.